മാധവ ഉത്സവത്തിനേതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞിരിക്കുന്നത്. എന്താ മാധവ? മാധവന് ഇത്തിരി പൈസയുടെ ആവശ്യം. ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ, പുതിയ പടം ഇറക്കലൊക്കെ. അടുത്ത ഓട്ടം കഴിയുമ്പം തിരിച്ചു തന്നേക്കാം മേനോ സാറേ. ഉത്സവത്തിന് നല്ല ആള് കയറും. താൻ ഈ കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം? ഞാൻ തന്നു. ഓജ എന്തോ നടത്തുക. ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? ആത്തേക്ക് കയറിപ്പോടി. ഒരു 100 തവണ വിളിച്ച വെളിയാക്കാത്തവള വെള്ളം വേണോന്ന്. കയറിപ്പോയാത്തേക്ക്. ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറുണ്ട്. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ? മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ അല്ലേ? മാധവനൊന്നും പറഞ്ഞില്ല. അല്ല മേനോ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോൾ ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട, 3/4 ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളാം. ഇവൻ്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ഇതാ ഉറപ്പിക്കണോ? പറഞ്ഞോ. ഞാൻ തന്നോളാം മേനോ സാറേ. ഗോവാച്ച, അതിലൊരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഓ, കയ്യിലോട്ടിട്ടു. പിന്നെ മാധവ, പറഞ്ഞ സമയത്ത് പണം എങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ്, വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ഞാനങ്ങ് എഴുതിയെടുക്കും. ഉത്സവത്തിന് കാണാൻ ടാറ്റ. അല്ല, ഒരു പാറ്റ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പെരുവത്ത് കടവിനെ കാക്കുന്ന മഹാദേവന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ഈശോ മറിയം മൗസേപ്പേ മറിയം വന്ന് വിളക്കൂതി തോത്തു ആയിരുന്നോട്ടാ. ആദ്യമായിട്ടാണേ കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഹനുമാനാട്ടം. കല്യാണം കഴിഞ്ഞ ഞാൻ ആദ്യമായിട്ട് കട്ടത് അവളുടെ ചോറ്റും പാത്രം. രംഗത്ത് ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണേൽ അളിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ നീറിരാജൻ. അച്ഛനാ തട്ടക്കാരാൻ പോകുന്ന അനുഗ്രഹിച്ചേക്കണേ. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ മോനെ? ഭാവിയിൽ ഇതൊരു സംഭവം. വട്ടക്കരിയ വിഴി വട്ടക്കരിയ വിഴി കണ്ണമ്മ
नजरों में कर लो पट करनीला उड़वै पड़ते എടാ നീ വൃത്തിയുടെ കാണിക്കില്ലട്ട അമ്പലപ്പുറമ്പാണ് പിടികട രാവണ ഈ പ്രാസു അമ്പലപ്പുറമിന്ന് തല്ലിട്ട് തോന്നുന്നു ഭഗവാനെ തല്ലണം ഓടട്ടെ ബലൂൺ 1 അവര് വരും ബലൂൺ 2 ഒന്ന് നോക്കി വെച്ചേക്കെ താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നീ വരുന്നില്ല, ഞാൻ വരാം. അമ്മ പോയിക്കോ. ഈശ്വര, ഈ പ്രാവശ്യം തല്ലുള്ളിക്കില്ല ഭഗവാനെ. അതെ, ഞാൻ അകത്ത് പോകാം. ഞാനും വരാം. വേണമെന്നില്ല, ഇതെടുത്താകും. തന്നെ തുടങ്ങിക്കോളൂ. നിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. എവിടെ? പോവണ്ട. ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? വിനയേട്ടാ, അച്ഛനും അമ്മയുണ്ട്. വേഗം പോണു. എന്റെ പൊന്നോ, ആണ്ടിനും സംക്രാന്തിക്ക് ഒന്ന് കാണുന്നത് തന്നെ. അതിനിടയ്ക്ക് അച്ഛനും അമ്മയും പോകാൻ പറ. ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി. അച്ഛൻ അറിഞ്ഞാ ഭിത്തിയിൽ പടായിട്ടിരിക്കേണ്ടി വരും. നിന്റെ തന്തപടിക്കേ ഞാൻ ഒരു പണിയുന്നുണ്ട്. വിനയേട്ടാ, ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ. അങ്ങനെയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കൂ. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും വിനയ ഹനുമാനോട് കളിച്ചാൽ. വിനയേട്ടൻ എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? കിട്ടിപ്പോയി. വാക്മാനോ? ഇതെവിടുന്നാ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോറിനാ. എങ്ങനെയുണ്ട്? അയ്യോ, ഇതേ അച്ഛൻ. എടാ വിനയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? മാച്ചാവൂല. അമ്പലപ്പുറമിൽ തോന്നിയ ദിവസം കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. അവള് നിന്റെ എവിടെയാടാ ഉമ്മ? കവളത്താന്ന് തോന്നുന്നു. ഒരു മരവ് പോലെ. എന്റെ ഈശ്വര, മിന്നുന്ന ബൾബ് കൊണ്ട് അവന്മാർക്കിട്ടൊരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ.